നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി മീരയുടെ അടുത്ത് വന്ന് തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം പറയുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മീരെ. ആന്റി ആദ്യമായിട്ടാണ് എന്നെ തല്ലുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ശ്രുതിയും ഞാനും കൂടെ അടുത്തിരിക്കുന്ന പോലും ആന്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ പേരില് ആന്റി കുറ്റപ്പെടുത്തുന്നുണ്ട്, ശ്രുതിയെ മാറ്റി വിടുന്നുണ്ട്. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. മീര പറഞ്ഞു, ഈ നിസാര കാര്യത്തിന്, നിസാര കാര്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, എന്നാലും ഈ പണം അടിച്ചു മാറ്റിയ കാര്യത്തിന് ഇത്ര അവര് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ചുള്ള സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? മലേഷ്യയിലാണ് നിന്റെ അച്ഛനെന്നും പറഞ്ഞിരിക്കുമല്ലേ? മലേഷ്യ നിനക്ക് ആരുമില്ല, നിനക്ക് അച്ഛനില്ല, പിന്നെ നിന്റെ അമ്മ വിമലാന്റെ ആന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക മാത്രമല്ല, മിക്കവാറും അവര് നിന്നെ കൊല്ലൂന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് അറിഞ്ഞിട്ടില്ലോ. അതൊക്കെ അറിയാതിരിക്കുന്ന നിന്റെ ഭാഗ്യം കൊണ്ടാന്ന് കരുതിയാൽ മതി. അതൊന്നും അറിഞ്ഞിട്ടില്ലോ. പക്ഷെ എത്ര കാലം ഇങ്ങോട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പറയാൻ പറ്റില്ല ശ്രുതി. അതുകൊണ്ട് നീ കണ്ടും കരുതി ഇരിക്കണോന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എന്റെ സ്ഥാനത്തേക്ക് വർഷയെ കൊണ്ടുവരുമെന്ന് തോന്നേ. കാരണം വർഷയ്ക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. ഇത്രയും കാലം ആന്റി എന്നെയായിരുന്നു തലയെ കയറ്റി വെച്ചോണ്ടിരുന്നത്. എന്തിനും ഏതിനും എന്നോടായിരുന്നു അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് വർഷ വരും. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവളും പണക്കാരി വീട്ടിലെ പെണ്ണാണല്ലോ. മീര പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും നിന്റെ അമ്മായിയമ്മയെ കയ്യിലെടുക്കാൻ നോക്കുക, അതോ ഞാൻ നോക്കിയിട്ട് മാർഗമുള്ളെന്ന് പറഞ്ഞു. ഈ സമയം രേവതിയുടെ അടുത്തേക്ക് സച്ചി വന്നു. സച്ചി വന്നിട്ട് എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അമ്മയ്ക്ക് വല്ല മാറ്റം ഉണ്ടായോ? എവിടെന്ന്? ശ്രുതിയും കൂടെ ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അമ്മ വിടുന്നില്ല. അമ്മയ്ക്ക് ദേഷ്യമെന്ന് പറഞ്ഞു. എത്ര ദിവസത്തേക്കാ രേവതി, അതൊക്കെ മാറിക്കോളൂന്ന് പറഞ്ഞു. എവിടുന്ന് മാറാനായിട്ട്? പെട്ടെന്നൊന്നും മാറുമെന്ന് എനിക്ക് തോന്നില്ല. സച്ചി പറഞ്ഞു, മാറും, പണക്കാരി വീട്ടിലെ പെണ്ണല്ലേ, അപ്പൊ അമ്മയ്ക്ക് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. അല്ല, അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ രാവിലെ നടക്കാൻ പോയിട്ട് വന്നതിന് ശേഷം അമ്മയോടൊന്ന് സംസാരിച്ചു. അമ്മയെ കുറെ ഉപദേശിച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ അതൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനല്ലേ ആള്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മ അനുസരിക്കുമായിരിക്കും, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി വീട്ടിലേക്ക് വരുവാണ്. ശ്രുതി വീട്ടിലേക്ക് വന്നപ്പോ ചന്ദ്രമതി ചോദിച്ചു, എന്തിയെ ശ്രുതി എന്തിയാടാന്ന് ചോദിച്ചു. എനിക്കറിയില്ലമ്മേ. നിനക്കറിയത്തില്ലേ? എനിക്കറിയില്ല, അമ്മയല്ലേ പറഞ്ഞേ അവളോട് മിണ്ടാനൊന്നും പോകണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, കൊള്ളാം, നല്ല ബെസ്റ്റ് ഭർത്താവ്. എടാ, അമ്മ എങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നീ എന്താ അവളോട് മിണ്ടാതിരിക്കണോന്ന് ചോദിച്ചു നിന്റെ ഭാര്യയോട്. കഷ്ടം തന്നെ, എന്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്തോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എടാ നീ അവളെവിടെയെന്ന് വിളിച്ചു നോക്കിയോന്ന് ചോദിച്ചു. ഇല്ല, വിളിച്ചു നോക്കിയില്ല എന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഇതേ സമയത്ത് മീരയോട് ശ്രുതി പറഞ്ഞു, അതെ, ഇനി എനിക്ക് വീട്ടിലേക്ക് പോകാൻ പേടിയാ. ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ചിലപ്പോ എന്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നെ ഇറക്കി വിടുമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി എനിക്ക് പറ്റില്ല അവിടെ പോയി നാണം കെടാനായിട്ട്. മീര പറഞ്ഞു, നീ പോവാതിരുന്നിട്ട് എന്താവാനായിട്ടാ? ഇവിടെ ഇരുന്നുകൊണ്ട് വല്ലതാകുവോ? നിന്റെ ജീവൻ തന്നെ നശിച്ചു പോകുന്നു പറഞ്ഞു. ആ സമയത്താണ് ശ്രുതി ഫോൺ ചെയ്യുന്നത്. ശ്രുതിയുടെ കോള് വന്നു കഴിഞ്ഞപ്പത്തിന് ശ്രുതി പറഞ്ഞു, ദേ ശ്രുതിയാ വിളിക്കണേന്ന് പറഞ്ഞു. മീര പറഞ്ഞു, നീ കോൾ എടുക്ക. വേണ്ട, ഞാൻ കോൾ എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ കോൾ എടുത്തിട്ടുണ്ട് ശരിയാകത്തില്ല, എനിക്കൊരു വിലയില്ലാതെ പോകും. അവിടെ ഇരുന്ന് ബെല്ലടിക്കട്ടെ, ഇത്തിരി ടെൻഷൻ അടിക്കട്ടെ, ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. കോൾ എടുത്തില്ല. 2-3 വട്ടം ശ്രുതി വിളിച്ചിട്ടും ശ്രുതി കോൾ എടുത്തില്ല. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? അവള് കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കോൾ എടുക്കുന്നില്ല എന്ന്? അതെ അമ്മേ, അമ്മ തല്ലുകയും ചെയ്തു. അത് മാത്രമല്ല, അമ്മ ദേഷ്യപ്പെട്ടൊക്കെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവൾ ഇനി എങ്ങോട്ടെങ്കിലും പോയെന്ന് പോലും എനിക്കറിയില്ല. ചന്ദ്രമതി പറഞ്ഞു, എടാ നീയും അവളും കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, വെറുതെ ഒന്നുമല്ലോ. മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? നിന്നെയൊക്കെ അത്ര കണ്ട് ഞാൻ സ്നേഹിച്ചു, ഒടുവിൽ നീയൊക്കെ എനിക്ക് തന്ന സമ്മാനം അല്ലേടാ അതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു, ഇനിയിപ്പോ എതിരോടെങ്കിലും പോയി കാണുവോ, പ്രശ്നമാവോ സച്ചേട്ടാന്ന് ചോദിച്ചു. എവിടെ പോവാനായിട്ട്? ഒരിടത്തും പോകത്തൊന്നുമില്ല, പഠിച്ച കളിയാ പൗഡറെടുത്തി, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരൂന്ന് പറഞ്ഞു. സച്ചിക്ക് ആ കാര്യത്തിൽ ആത്മവിശ്വാസം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, എടാ ഇനിയിപ്പോൾ അവളെ എവിടെ പോയി കാണുമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാൻ പാർലറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർലറിലേക്ക് വിളിക്കുവാണ്. അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അന്ന് ജോലിക്ക് ചെന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയണേ. അമ്മേ, അവൾ അവിടെയും ചെന്നിട്ടില്ല. അവിടെയും ചെന്നിട്ടില്ലേ, പിന്നെ ഇത് എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു, മിക്കവാറും ഇനിയിപ്പോൾ പൗഡർ എടുത്തിയുടെ അമ്മയുടെ അടുത്ത് പോയി കാണും.
എന്റെ സച്ചേട്ടാ, അതിന് അമ്മയില്ലല്ലോ, അച്ഛനല്ലേ ഉള്ളൂ. അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണ്, പിന്നെ എവിടെ പോകാനാ? എന്നെങ്കിൽ പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് എവിടെയെങ്കിലും പോയി കാണും. ആ, മീര ഉണ്ടല്ലോ, മീര അടുത്ത് പോയി കാണും. അപ്പോഴാണ് സുധി ആ കാര്യം ഓർക്കണേ. അമ്മ, ഞാൻ മീരയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മീരയെ വിളിക്കുകയാണ്. മീരയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മീര പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുകയാണ്. ദേ, സുധിയെ വിളിക്കണം എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു കോൾ എടുക്കണ്ട. കോൾ എടുക്കാതിരുന്നിട്ട് എന്താവാനായിട്ടാ? പക്ഷെ ആദ്യത്തെ റൗണ്ട് ബെല്ലടിച്ചു വന്നു, കോൾ എടുത്തില്ല. രണ്ടാമത് വീണ്ടും വിളിക്കുന്ന സമയത്ത് മീര പറഞ്ഞു, ഇനി കോൾ എടുക്കാതിരുന്ന ശ്രുതിക്ക് സംശയം, നമ്മൾ രണ്ടുപേരും ഒത്തോണ്ടാന്ന് മനസ്സിലാവും, ഞാൻ കോൾ എടുക്കാന്ന് പറഞ്ഞു. ഒടുവില് ശ്രുതി പറഞ്ഞു ശരി, കോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മീര കോൾ എടുത്തിട്ട് ശ്രുതിയോട് ചോദിച്ചു, എന്താ ശ്രുതി? ആ, ശ്രുതി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ ചോദിച്ചില്ലോ ശ്രുതി അങ്ങോട്ട് വന്നു. പിന്നെ എങ്ങനെ ഇത് നേരിട്ട് പറയണേ? ശ്രുതി അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ശ്രുതി ഇവിടെ ഇല്ല, ഇങ്ങോട്ടേക്ക് വരൂന്ന് പറഞ്ഞായിരുന്നു. ഒരു പക്ഷേങ്കില് ശ്രുതി അടത് പറഞ്ഞു കാണൂന്ന് ഓർത്ത ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലാന്ന്. അത് കേട്ടപ്പം ശ്രുതിക്ക് ആ ടെൻഷനെ. വന്നിട്ടേ ഇല്ലേ, വരൂന്ന് എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷെ വന്നില്ല. അപ്പൊ ഞാൻ കരുതിയത് ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് ശ്രുതി വിളിക്കുന്നതായിരിക്കുന്ന. അല്ല, വേറെ എവിടെ പോയാലും പോയെന്ന് വല്ല അറിയാവുന്ന ചോദിച്ചു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോ ശ്രുതി വന്നു കഴിയുമ്പോൾ ഞാൻ എന്തേലും പറയണോന്ന് ചോദിച്ചു. അവള് വന്നേയും പറ, അമ്മ അവളോട് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞെന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്തിട്ട് ശ്രുതിയോട് പറഞ്ഞു, അതെ, നിന്നോട് അവിടേക്ക് ചെല്ലാനായിട്ടാ നിന്റെ അമ്മായിമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നോട് ചെല്ലാനാ? അതെ, നിനക്ക് കിട്ടിയൊരു ചാൻസാ, ഇത് നീ മാക്സിമം വിനിയോഗിക്കാൻ നോക്ക്. ഇത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ കരുതി, കൊള്ളാം, താനാ വീട്ടിലേക്ക് തിരികെ ചെല്ലണം, തനിക്ക് ചില പണികളൊക്കെ ഉണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല, അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ മതിയാവുള്ളൂ, അതിന് ചില വിദ്യകളൊക്കെ പ്രയോഗിക്കണം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ കരുതി. ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രുതിക്ക്. ഇനിയിപ്പോൾ അവൾ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, എത്തിയിട്ടുമില്ല. അപ്പൊ ആ ഒരു ടെൻഷനിലായിരുന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വർഷയെ ശ്രീകാന്തും സച്ചി രേവതിയും കൂടെ സംസാരിക്കുകയാണ്. വർഷ പറഞ്ഞു, അല്ല, പിന്നെ ശ്രുതി അടുത്ത് ഇത് എവിടെ പോയതായിരിക്കും? സച്ചി പറഞ്ഞു, ആർക്കറിയാം, ഇനിയിപ്പോ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയോ, അതോ ഇനിയിപ്പോ മലേഷ്യക്ക് തന്നെ പോയോന്ന് ആര് കണ്ടു? ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയൊന്നും പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, ശ്രുതി അടുത്ത ആള് തരികടയാ, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്, അതുകൊണ്ട് മലേഷ്യക്കൊന്നും പോകത്തില്ല. ഒരുപക്ഷെ പേടിപ്പിക്കാനായിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടോ സംശയമുണ്ട്. സ്വഭാവം ഓരോരുത്തരുടെ നമ്മൾ മനസ്സിലാക്കി വരുമല്ലേ എന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു, ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ശ്രുതി ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങുന്ന അവിടെ. ശ്രുതി ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തി. താൻ ഈ വീട്ടിലേക്ക് ഇനി കയറുന്നുണ്ടെങ്കിൽ തൻ്റെ അമ്മായിമ്മയുടെ മനസ്സ് പിടിച്ചടക്കണം, അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ചില തീരുമാനങ്ങളോട് കൂടിയിട്ടാണ് അവിടെ കയറി ചെല്ലുന്നത്. ആ സമയത്ത് അവരൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഈ സമയത്ത് ശ്രുതി ആദ്യം കണ്ടത് വർഷയാണ്. ശ്രുതി അടുത്ത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒച്ചപ്പാട് കേട്ടുകൊണ്ട് ശ്രുതിയും ചന്ദ്രമതി അകത്തുനിന്ന് ഇറങ്ങി വന്നു. ശ്രുതി പറഞ്ഞു, അമ്മേ ഇതേ ശ്രുതി വന്നെന്ന് പറഞ്ഞു ഓടി അങ്ങ് ചെല്ലാൻ തുടങ്ങുവാണ്. പെട്ടെന്നാണ് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. ചന്ദ്രമതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നു ചോദിച്ചു. അത് പിന്നെ നിന്നോട് അയച്ചു എവിടെയാന്ന്? ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോയെന്ന് പറഞ്ഞു. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ശ്രുതി എവിടെയായാലും പോകുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ പോരെ, മനുഷ്യനെ ഇങ്ങനെ ആദ്യം പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ തന്നെ ഞങ്ങളെല്ലാവരും എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞങ്ങളെ വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട, കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ പേരിൽ വീട് വിട്ട് ഇറങ്ങി പോവുകയല്ല ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയതൊന്നും അല്ല. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മ അടിച്ചതിന്റെ സങ്കടമൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ അടിച്ചാനാ പ്രശ്നമില്ലേ, നീയൊക്കെ ചെയ്തായിരുന്നു ഒരു കുഴപ്പമില്ലേ, നീയൊക്കെ എന്താണ് ചെയ്തേ, നീയൊക്കെ ചെയ്ത് പ്രവർത്തിക്കുന്ന നീയൊക്കെ തല്ലി കൊല്ലുക ചെയ്യണ്ടേ, അച്ഛൻ്റെ 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് അത് കിട്ടിക്കഴിയുമ്പോഴും തിരിച്ചു കൊടുക്കുന്നതിന് പകരം എന്നിട്ട് നിന്ന് ന്യായം പറയണോ? അത് കേട്ടപ്പം ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി പോയി. ശ്രുതി പെട്ടെന്ന് വന്ന് ചന്ദ്രമതിയുടെ കാലിലേക്ക് വീഴണം. അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ശ്രുതിയും കൂടെ കാലിലേക്ക് വീണു. തെറ്റുപറ്റിപ്പോയെന്നമ്മയെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ഇനി ഇത് മേലെ ആവർത്തിച്ചേക്കല്ല, അറിയാലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നോട് പറയുമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? കള്ളത്തരം കാണിക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് കാണിക്കണ്ടേ, ഇത് ഒരുമാതിരി പണിയായി പോയില്ലേ. ഇന്ന് വരെ ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിന്? ഇല്ലല്ലോ. നിന്നെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ശ്രുതി ഞാൻ കണ്ടിരുന്നേ, പക്ഷെ നീ എന്നെ ചതിച്ചു. ശ്രുതി പറഞ്ഞു, ഒരു തെറ്റുപറ്റിപ്പോയതാമേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സോറിയൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രമതി പറഞ്ഞു,
തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സച്ചി രേവതിയോട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേന്ന് ചോദിച്ചു. അതെ അതെ. അങ്ങനെ ഇത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി പറഞ്ഞു, എനിക്ക് ഇനി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ചന്ദ്രമതി ചോദിച്ചു, നിനക്കെന്താ പറയാനുള്ളേ? അല്ല, അച്ഛന്റെ പൈസയെക്കുറിച്ചേ, അച്ഛന്റെ പണം ഉപയോഗിച്ചല്ലേ അവൻ ഷോപ്പ് തുറന്നിരിക്കുന്നു ചോദിച്ചു. ഓ, അപ്പൊ ഇനി നിനക്കത് കൂട്ട് വീതം വേണോന്ന് ചന്ദ്രമതി ചോദിച്ചു. വീതത്തിന്റെ അല്ലമ്മേ, വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിനി വീതം വേണമെന്നില്ല. കാരണം ഞാൻ ആരുടെയും വീതമൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് സ്വന്തം അച്ഛൻ്റെ ആണെ പോലും. ശ്രീകാന്ത്, നിനക്ക് വേണോന്ന് ചോദിച്ചു അച്ഛൻ്റെ പൈസ. എനിക്ക് വേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞു. കണ്ടില്ലേ, അവനും എനിക്കും ഒന്നും വേണ്ട, പിന്നെ വർഷയ്ക്കും രേവതിക്കും ഒന്നും വേണ്ടതാനും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പൈസയ്ക്ക് അർഹതയുള്ളവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സുധി ചോദിച്ചു, ആരടാ പൈസയ്ക്ക് അർഹതയുള്ളേ? നിനക്ക് ചിലപ്പോൾ അത് വേണമെന്നായിരിക്കും, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അതേടാ, നീ അങ്ങനെയൊക്കെയാ പറയുള്ളൂടാ സുധി. നിനക്ക് മറ്റുള്ളവരുടെ മനസ്സും കാണാൻ അറിയില്ല. നിനക്ക് എപ്പോഴും സ്വന്തം കാര്യം ചിന്താവാ. പക്ഷേ ആ പണവേ അച്ഛൻ്റെ അല്ലേ, അച്ഛൻ്റെ പണം ഉപയോഗിച്ചിട്ടല്ലേ നീ ആ ഷോപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് ഇനി മുതൽ അതിൻ്റെ ഓണർ ആരായിരിക്കുന്നറിയോ? അച്ഛനായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഞെട്ടലോട് സുധി ചോദിച്ചു, നീ എന്തൊക്കെയാണ് പറയണേ? അതേനെ, അതിൻ്റെ ഓണർഷിപ്പ് ഇനി മുതൽ അച്ഛനായിരിക്കുമെന്ന്. ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു വൈതരണി, ഇങ്ങനൊരു പണി കിട്ടുമെന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.